welcome my dear kiddos to a new session of Ellen's Academy's English class. In this new session, we'll be dealing with a new chapter, writing emails. In the last session, we have dealt with the chapter writing memos as well as letters. ഈ മെമ്മോസും ലെറ്റേഴ്സ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് ഫിസിക്കലി നമ്മൾ പേപ്പർ എടുത്ത് എഴുതി ഭയങ്കര റഫ് ആയിട്ട് നമ്മൾ ചെയ്തൊരു കാര്യമാണ്. സോ ഇറ്റ് നീഡ്സ് എ ബുക്ക്, എ പേപ്പർ, റൈറ്റിംഗ് സ്കിൽസ് ആൻഡ് ഓൾ വി ആർ നീഡഡ്. പക്ഷേ ദിസ് ജനറേഷൻ ഇസ് എ ഡിഫറെന്റ് തിങ്. ഈ ഒരു ജെൻസി യുഗത്തില് അല്ലെങ്കിൽ ജെൻസി മൊത്തത്തില് ആയ ഒരു ഇതില് virtual platforms are on peak, are on peak. So ഈ virtual platformsന്റെ സ്പ്രെഡ് കാരണം, ഈ virtual platformsന്റെ സ്പ്രെഡ് കാരണം ഇമെയിൽസിലേക്ക്, ഈ ലെറ്റേഴ്സ് എഴുതുന്നതൊക്കെ, മെമോസ് റൈറ്റ് ചെയ്ത് എഴുതുന്നതൊക്കെ ഇമെയിൽസിലേക്ക് മാറിയല്ലേ. സോ a virtual version of letters. Emails are the virtual versions of letters which are physically written. Physically എഴുതുന്ന ലെറ്റേഴ്സിന്റെ virtual versions ആണ് ഈ ഇമെയിൽസ് എന്ന് പറയുന്നത്. But these emails are having a specific, എന്താ പറയാ, നമ്മൾക്ക് ഈ ടു അഡ്രസ്, ഫ്രം അഡ്രസ് ഒക്കെ വലിച്ചു നീട്ടി എഴുതേണ്ട ആവശ്യമില്ല. എന്താണ്, അതിന് ഓരോ മെയിൽ അഡ്രസ്സസ് ഉണ്ടല്ലേ, മെയിൽ അഡ്രസ് ഉണ്ടാകും. അവസാനം ഒരു സാല്യൂട്ടേഷൻ എല്ലാം കൊടുത്തിട്ട് നമ്മൾ എന്താണ് കൺക്ലൂഡ് ചെയ്യുന്നതും നമ്മൾ ഒരു സൈൻ ഇടേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോ ഒരു സൈൻ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സൈൻ ഇടേണ്ട ആവശ്യമില്ല. സോ വാട്ട് ആർ ദ ഡിഫറൻസസ്? ലെറ്റ്സ് ലുക്ക്. വാട്ട് മേക്സ് ഇമെയിൽ ഡിഫറെന്റ്? എന്താണ് ഇമെയിലിനെ ഡിഫറെന്റ് ആക്കുന്നതെന്നാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. Electronic communication is fundamentally different from paper-based communication because of its speed and broadcasting ability. എന്തുകൊണ്ടാണ്? It is different from the paper-based communication because of its speed. എത്ര പെട്ടെന്ന് നമ്മൾ ഈ ലെറ്റർ എഴുതിയിട്ട് കുറെ നാൾക്ക് ശേഷം മറ്റൊരു ഓർഗനൈസേഷന്റെ കയ്യില്, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരാളുടെ, നമ്മളിപ്പോ സെൻഡറിന്റെ കയ്യിൽ നിന്നും റിസീവറിലേക്ക് എത്തണമെങ്കിൽ ടൈം പീരിയഡ് ഇസ് ജോയിന്റ്, റൈറ്റ്? സോ അങ്ങനത്തെ ഒരു ലാഗിങ് ഇല്ലാതെ സ്പീഡായിട്ട് ഭയങ്കര വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് അയക്കാൻ പറ്റുന്നു. വിത്ത് ഹെൽപ്പ് ഓഫ് ദ ഇന്റർനെറ്റ് വി ഷാൽ സെൻഡ് ഇമെയിൽസ്. സോ ദ സ്പീഡ് ഇസ് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് as special in the email or electronic communication. And broadcasting ability, ഒരാൾക്ക് CG അയച്ചും ഒരാൾക്ക് 2 അയച്ചതിന് ശേഷം ഒരു മെയിൽ അഡ്രസ് എഴുതുന്നു at gmail.com അല്ലെങ്കിൽ yahoo. അതെല്ലാം എഴുതിയതിനു ശേഷം gmail.com എഴുതിയതിനു ശേഷം നമുക്ക് CCയും BCCയും വെക്കാം അല്ലെ. അതുകൊണ്ട് ഒരേ ഒരു ഇമെയിൽ നമ്മൾ ചെയ്തത് 4-5 പേർക്ക് നമ്മൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. CCയും BCCയും വെച്ചിട്ട് ഇമ്പോർട്ടൻസ് അനുസരിച്ച് നമ്മൾ CCയും BCC ഒക്കെ അയച്ചിട്ട് നമുക്ക് മെയിൽസ് അയക്കാം. Speed and its broadcasting ability. On paper, it is essential to make everything clear because your audience may not have a chance to ask for clarification. പക്ഷെ എന്താണ്, പേപ്പർ ബേസ്ഡ് ആയിട്ടുള്ള മെമോസ് ആയിക്കോട്ടെ, പേപ്പർ ബേസ്ഡ് ആയിട്ടുള്ള ലെറ്റേഴ്സ് ആയിക്കോട്ടെ, you have to make everything clear because audience may not have a chance to ask clarification. അവർക്ക് ഈ തിരിച്ചൊരു ക്ലാരിഫിക്കേഷൻ ചോദിക്കാനുള്ള ആ ഒരു ടൈം പീരീഡ് ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഒരു ഏർജന്റ് ആയിട്ട് ഒരു ലെറ്റർ നിങ്ങൾ വേറൊരു ഓർഗനൈസേഷൻ, വേറൊരു ആൾക്ക് കൊടുക്കുകയാണ്. That person might not have a chance of writing the letter back. Why? Because ഇത് urgent ആയിട്ട് ചെയ്തിട്ട് വേണം നമ്മൾക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ടൈമിനകത്ത് ചെയ്ത് തീർക്കേണ്ടതൊന്നായിരിക്കാം. നിങ്ങൾക്ക് ഈ ലെറ്റർ ചെന്ന് ആ റിസീവറിന്റെ അടുത്ത് എത്തി അതിനുള്ള ക്ലാരിഫിക്കേഷൻ വരാനുള്ള ടൈം ഉണ്ടാവില്ല. സോ അത് മൊത്തത്തിൽ ക്ലാരിഫൈ ചെയ്തിട്ട് ഫസ്റ്റ് ലെറ്ററിൽ തന്നെ നിങ്ങൾ സെൻഡ് ചെയ്യേണ്ടി വരും. വിത്ത് ഇമെയിൽ the receiver can ask questions immediately. പക്ഷെ എന്താണ്, ഇമെയിലിൽ അയക്കുമ്പോൾ നമ്മൾക്ക് ആ ഒരു ലാഗ് വരുന്നില്ല. We can immediately ask questions. Immediate communication ആണ് അവിടെ വരുന്നത്. Immediate communication ആണ് അവിടെ വരുന്നത്. Email thus
tends to be loosely structured like conversation. This has its advantages. You save time and effort. എന്താണ് ഇതുകൊണ്ട് തന്നെ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിട്ട് ലൂസ്ലി സ്ട്രക്ചർഡ് കോൺവെർസേഷൻ ആയിട്ട് നിങ്ങൾ ടു അഡ്രസ് എടുക്കുന്നു, സെൻഡ് ചെയ്യുന്നു, അതിനുശേഷം നിങ്ങൾ ഇമെയിൽ അഡ്രസ് സെൻഡ് ചെയ്യുമ്പോൾ ഒരു കോൺവെർസേഷൻ, ഒരു ലൂസ് കോൺവെർസേഷൻ കൈൻഡ് ഓഫ് ഒരു മെസ്സേജ് റൈറ്റിംഗ് ആയിട്ട് ഇമെയിൽസ് മാറുന്നുണ്ട്. ഇപ്പൊ നമ്മൾ മെസ്സേജ് അയച്ച് നമ്മളൊരു ജോബ് ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെന്ന് വിചാരിച്ചോ, ഒരു ജോബിന് വേണ്ടിയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. അപ്പൊ അത് സെൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് എന്താണ് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ വി ഷുഡ് ആസ്ക് ദം ഡയറക്ട്ലി. അതിനുശേഷം അവർ ഒരു റിപ്ലൈ മെയിൽ വരും. ഈ റിപ്ലൈ മെയിലിൽ നമ്മൾ അങ്ങോട്ടും ചോദിക്കുന്നു. ആ ഒരു ക്ലാരിഫിക്കേഷൻ നടക്കുന്നത് കൊണ്ട് ഇറ്റ്സ് എ ലൂസ്ലി സ്ട്രക്ചർഡ് കോൺവെർസേഷൻ. ഒരു കോൺവെർസേഷൻ ആണ്, ലൂസ്ലി സ്ട്രക്ചർഡ് കോൺവെർസേഷൻ പോലെ തന്നെയാണ് ഇമെയിൽസ് ഉള്ളത്. ദിസ് ഹാസ് ഇറ്റ്സ് അഡ്വാൻറ്റേജസ്. യു സേവ് ടൈം ആൻഡ് എഫേർട്ട്. എന്താണ് ടൈമും എഫേർട്ടും നിങ്ങൾ അവിടെ സേവ് ചെയ്യുന്നു. Why should you spend hours on correct spellings, perfect grammar, and appropriate words when the message is only to tell your colleague that you are ready to go to lunch? Of course, you must know when you can be careless and when you have to be meticulous. എന്താണ് നമ്മൾ വലിയ റഫ് ആൻഡ് ടഫ് ആയിട്ട് ഒരു ലഞ്ച് കഴിക്കാൻ പോവാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൊലീഗിനെ വിളിക്കുകയാണ്, നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഫ്രണ്ടിനെ വിളിക്കുകയാണെന്ന് വിചാരിച്ചോ. ഈ ഫ്രണ്ടിനെ വിളിക്കുമ്പോൾ നിങ്ങൾ വലിയ കാര്യത്തിൽ ഗ്രാമർ ഒക്കെ നോക്കിയിട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒന്നും ഇല്ലാതെയാണോ നിങ്ങൾ സെൻഡ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് എന്താണോ നിങ്ങൾ ഇതിൽ വരുന്നത്, നമ്മൾ ഇമെയിൽസ് ഒക്കെ അയക്കുകയാണെങ്കിൽ dash@gmail.com സബ്ജക്ട്സ് ഒന്നും ചിലപ്പോൾ നമ്മൾ അയക്കുക പോലും ഇല്ല. അതിനുശേഷം നമ്മൾ ബോഡിയിൽ എന്തെഴുതും? ബോഡിയിൽ സബ്ജക്റ്റിൽ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വിൽ ബി ലൈക്ക് ലഞ്ച് എന്ന് പറഞ്ഞിട്ട് 2 ക്വസ്റ്റ്യൻ മാർക്ക് ഇടും. ഈ ഗ്രമാറ്റിക്കലി 2 ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നത് റോങ് ആണ്. ആൻഡ് ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ഇല്ല. ഓൾ ദീസ് തിങ്സ് ആർ റോങ്. പക്ഷെ ഈ ഒരു റോങ്ങിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? നോ, ഇറ്റ്സ് ലൈക്ക് എ വെരി ലൂസ്ലി സ്ട്രക്ചർഡ് കോൺവെർസേഷൻ. ഓഫ് കോഴ്സ് യു ഷുഡ് നോ എവിടെയാണ് ഇത് ഒരു പ്രോപ്പർലി സ്ട്രക്ചർഡ് ഒരു റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു ഇമെയിൽ അയക്കേണ്ടതും ബി വെരി ലൂസ് കോൺവെർസേഷൻ എവിടെയാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയണം. So it's used generally to have a loose structured conversation. Another difference between email and older media is that what the sender sees when composing a message might not look like what the reader sees. With email, the software and hardware that you use for composing, sending, storing, and downloading and reading may be completely different from what your correspondents use. അപ്പൊ എന്താണ് നമ്മൾ അയക്കുന്ന പോലെ ആയിരിക്കണം എന്നില്ല. കാരണം നമ്മൾ ഇതിനകത്ത് നോക്കാം, നമ്മൾ ഇതിനകത്ത് സെൻഡ് എന്ന് പറയുന്ന കോളത്തിലായിരിക്കും നമ്മൾക്ക് ഇമെയിൽസ് സാധാരണ കാണുന്നത്. പക്ഷെ ഇവിടെ എന്താണ് ഇൻബോക്സിലാണല്ലോ കാണുന്നത്. റിസീവറിന്റെ മെയിൽ ഇൻബോക്സിലായിരിക്കും ഇങ്ങനെ അയച്ചു, ഷാരൻ ഇങ്ങനെ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ വരും. സോ ഈ മെയിലിനകത്ത് നമ്മൾ തുറന്നു നോക്കുമ്പോൾ ലഞ്ച് question mark ഇതായിരിക്കും കാണുന്നത്. So it's different from what you're sending and what the others are receiving. നമ്മൾ BCC വെച്ച് അയക്കുമ്പോഴും CC വെച്ച് അയക്കുമ്പോഴും it's completely different from what you're sending. The visual quality of the message might be quite different by the time it gets to someone else's screen. നിങ്ങൾ സ്ക്രീൻ മാറുന്നതനുസരിച്ച് ആ വിഷ്വൽ ക്വാളിറ്റി മാറാം. Since these differences exist, it's necessary for you to tailor your message to this new medium. So it is most appropriate to use a new generation wise device to communicate. Communication is revised according to the time. ടൈമിനനുസരിച്ച് കമ്മ്യൂണിക്കേഷൻ മാറിക്കൊണ്ടിരിക്കല്ലേ. സോ ഓൾഡ് ടൈമിൽ പീജിയൻസിന്റെ കാലിലൊക്കെ ഇങ്ങനെ ഓരോ ലെറ്റേഴ്സ് ഇങ്ങനെ ചുരുളകളാക്കി കെട്ടിയിട്ട് ഇങ്ങനെ പറത്തി വിടുന്നൊക്കെ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. അതിനുശേഷം എന്താണ് ഈ ലെറ്റേഴ്സ് ഒക്കെ ആയി. ആ ലെറ്റേഴ്സിൽ നിന്ന് നമ്മൾ ഇമെയിൽസിലേക്ക് പലതരത്തിലുള്ള മെസ്സേജസും ആയി. മേ ബി ഓഫ് വാട്സ്ആപ്പ്, ടെലഗ്രാം, ഇൻസ്റ്റഗ്രാം, എക്സ് എന്തോ ആയിക്കോട്ടെ, ആ ഒരു മീൻസിലേക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് നമ്മൾക്ക് കോൺവെർസേഷൻ ഈസി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള
കുറെ ആപ്സും കമ്മ്യൂണിക്കേഷൻ മീഡിയംസും ഡെവലപ്പ് ആയി അല്ലേ. സോ കമ്മ്യൂണിക്കേഷൻ ഇസ് റിസീവ് അക്കോർഡിംഗ് ടു ദ ടൈം ആൻഡ് ഇമെയിൽ is the new version or a later version, new എന്ന് പറയാൻ പറ്റില്ല, a later version of a letter, a later version of letter which is more convenient. ഒരു കൺവീനിയൻസ് കൂടുതലുള്ള ഒരു മീൻസ് ഓഫ് റൈറ്റിംഗ് ആണ് ഇമെയിൽ. So now in this session we are going to look upon how to write an email. എങ്ങനെയാണ് ഒരു ഇമെയിൽ എഴുതേണ്ടത്. The first one is context matters. With email, you cannot assume anything about the sender's location, time, state of mind, and profession, interest, or future value to you. So with email, you cannot assume anything about sender's location, time, state of mind, and profession, interest, or future value about you. So you have to write the body in such a matter what you're going to say. നമ്മൾക്ക് എന്താണോ ആവശ്യം ആ ഒരു മാറ്റർ നമ്മൾ അപ്ലൈ ചെയ്തിട്ടാണ് ഇമെയിൽസിൽ റൈറ്റ് ചെയ്യേണ്ടത്, അത്രേ ഉള്ളൂ. The second one is be careful. You need to be very careful about giving your receiver some context. കൊടുക്കുന്ന സമയത്ത് നമ്മൾ അത് എഴുതിയതിനു ശേഷം നമ്മൾ എന്താണ് അത് ഒന്നും കൂടെ ക്ലാരിഫൈ ചെയ്യാൻ നിങ്ങൾ കുറച്ചും കൂടെ നല്ലൊരു രീതിക്കായിരിക്കണം ഇമെയിൽസ് പോകുന്നത്. വൈ? ബിക്കോസ് ഇറ്റ് ഓൾവേസ് റിമെയിൻസ് ആസ് എൻ എവിഡൻസ്. ഒരു എവിഡൻസ് ആയിട്ട് എപ്പോഴും ഈ ഒരു ഇമെയിൽസ് കിടക്കും. നോട്ട് ലൈക്ക് ദ ലെറ്റേഴ്സ് പല കാര്യങ്ങൾ വഴി നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോവാറുണ്ടല്ലേ. പക്ഷെ ഇമെയിൽസ് നമുക്ക് റിട്രൈവ് ഡിലീറ്റ് ചെയ്ത ഇമെയിൽസ് പോലും റിട്രൈവ് ചെയ്തെടുക്കാനുള്ള സംഗതികൾ ഇപ്പോഴും നമ്മളുടെ ഈ ഒരു ജനറേഷനിലുണ്ട്. സോ ഇതൊക്കെ ഓർമ്മ വെച്ചിട്ട് വേണം നിങ്ങൾ ഒരു കോണ്ടെക്സ്റ്റ് എഴുതിയിട്ട് അയക്കേണ്ടത്. സോ കോണ്ടെക്സ്റ്റ് മാറ്റേഴ്സ്. എന്താണോ നിങ്ങൾ അയക്കുന്നത് അതാണ് മെയിൻ സംഗതി. ബട്ട് ബി കെയർഫുൾ. Your receiver may get a few hundred messages all at once. നിങ്ങളുടെ ആ ഒരു റിസീവർ നിങ്ങൾ സെൻഡറിൽ നിന്നും റിസീവറിൽ എത്തുമ്പോൾ കുറേ മെസ്സേജസ് ഇങ്ങനെ തന്നെ വന്നിരിപ്പുണ്ടാവും അല്ലേ. സോ ബി കെയർഫുൾ. യു ഹാവ് ടു ഗിവ് a better context. This section will give specific ways for establishing context so that your message becomes meaningful and receives attention. എങ്ങനെയാണ് എഴുതേണ്ടത് എന്നാണ് വായിക്കുമ്പോൾ തന്നെ ഭയങ്കര ബോറടിച്ചിട്ട് എന്താണെന്ന് മനസ്സിലാവാതെയില്ല. So we have to give a proper idea what the context is, what you're meaning by this email, എന്നിട്ട് ഒരു proper knowledge കൊടുക്കണം. Message header. The message header contains information concerning the sender and recipients. The exact content of email readers can vary depending upon the email system that generated the message. സോ എന്താണ് ഇമെയിൽ ഹെഡർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടല്ലേ. ടു, ആരിൽ നിന്ന്, സെൻഡർ ആരാണ്, സെൻഡർ എന്താണ് പറയാൻ ശ്രമിക്കുന്നത്, ആർക്കാണ് സെൻഡ് ചെയ്തത്, സെൻഡ് ചെയ്തത് ആർക്കാണ്, ടു ആർക്കാണ്, എന്താണ് ഇതിനകത്ത് മീൻ ചെയ്യുന്നത്, കുറച്ച് കാര്യങ്ങൾ ഈ സെൻഡറിനും റെസിപ്പിയന്റും ഒരേപോലെ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ. സോ ജനറലി ഹെഡേഴ്സ് കണ്ടെയ്ൻ ദ ഫോളോയിങ് ഇൻഫർമേഷൻ. ഫസ്റ്റ് വൺ ഇസ് സബ്ജക്ട് എന്താണെന്നുണ്ടാകും, സെൻഡർ ഫ്രം അഡ്രസ് ആരിൽ നിന്നാണ് കിട്ടിയത്, ഡേറ്റ് ഉണ്ടാവും അല്ലെ, ചിലതിന് ഡേറ്റ് ഉണ്ടാവും, റെസിപ്പിയന്റ് ആർക്കാണ് കൊടുത്തിരിക്കുന്നത്, ആർക്കാണ് ഇത് സെൻഡ് ചെയ്തിരിക്കുന്നത്, റിപ്ലൈ ടു, ഇഫ് യുവർ റെസിപ്പിയന്റ് ഇമെയിൽ അഡ്രസ്, അറ്റാച്ച്മെന്റ്സ്, ഇതൊക്കെ എന്താണ് ഏതിനകത്താണ് വരുന്നത്, മെസ്സേജ് ഹെഡർ. അതായത് ബോഡി അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാം വരുന്നത് ഈ മെസ്സേജ് ഹെഡേഴ്സിലാണ്. ഇതെന്താണ് ഈ മെസ്സേജ് ഹെഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ റെസിപ്പിയൻസിനും സെൻഡേഴ്സിനും ഒരേപോലെ കൺസേണിങ് ആയിട്ടുള്ളതാണ് ഈ മെസ്സേജ് ഹെഡേഴ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഇസ് സബ്ജക്ട്. എന്താണ് മക്കളെ ഒരു സബ്ജക്ട്? ഇമെയിൽസിൽ നമ്മൾ പഠിച്ചു സബ്ജക്ട് ഉണ്ടെന്ന് ഇപ്പൊ പഠിക്കുന്നു, ലെറ്റേഴ്സിൽ സബ്ജക്ട് ഉണ്ടെന്ന് പഠിക്കുന്നു, മെമോസിൽ സബ്ജക്ട് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. സോ വാട്ട് ഇസ് എ സബ്ജക്ട്? A subject is a description of the topic of the message and is displayed in most email systems that list email messages individually. എന്താണ് ഇമെയിൽസ് അയക്കുമ്പോൾ ഒരു ടോപ്പിക്കിന്റെ ആ കൊടുക്കുന്ന കോണ്ടന്റിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ, ഷോർട്ട് ആൻഡ് ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും സബ്ജക്ട് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. A subject line that relates clearly to the body of the emails will help people mentally shift to the proper context before they read your message. അപ്പോൾ
ഇത് റീഡേഴ്സിന് ഇല്ലെങ്കിൽ റെസിപ്പിയൻസ് ഈ ഒരു മെയിൽ കിട്ടിയതിന് ശേഷം അവര് സബ്ജക്ട് എന്താണെന്ന് നോക്കും. ഈ ഒരു മെയിൽ കിട്ടിയതിന് ശേഷം അവര് സബ്ജക്ട് നോക്കും. ഈ സബ്ജക്ട് നോക്കിയിട്ട് ഓക്കെ ഇതാണ് എന്റെ സബ്ജക്ട്, ഇനി ആ ഒരു മെന്റാലിറ്റിയിലൂടെയാണ് ബാക്കിയുള്ളത് ഞാൻ വായിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവും. സോ ഈ മനസ്സിലാക്കാൻ എങ്ങനെയാണ്, എനിക്ക് കിട്ടിയിട്ടുള്ള സബ്ജക്ട് എന്താണ് എന്ന് വായിച്ചതിന് ശേഷം ഐ വിൽ ബി ഇൻ ദാറ്റ് മൈൻഡ്, ഐ സ്വിച്ച് മൈ മൈൻഡ് ടു ദിസ് കോണ്ടെക്സ്റ്റ്. ഞാൻ ഈ കോണ്ടെക്സ്റ്റിലാണ് ചിന്തിക്കേണ്ടത് എന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ള ബോഡിയും കൂടെ വായിക്കും. A subject line that relates clearly to the body of the emails will help people mentally shift to the proper context before they read your message. The subject line should be brief and needs to be a complete sentence. It should give a clue to the contents of the message. എന്താണ് ഈ സബ്ജക്ട് ലൈൻ? ഷുഡ് ബി എ ബ്രീഫ് വൺ. ചെറുതായിരിക്കണം, വലിയ വാരി വലിച്ച് വലിയ ഭയങ്കര ലോങ് ആയിരിക്കും, ലെങ്തി ആയിരിക്കരുത്. ബട്ട് എ ഷോർട്ട് വൺ വിത്ത് എ കംപ്ലീറ്റ് സെന്റൻസ്. ഒരു കംപ്ലീറ്റ് സെന്റൻസ് ആയിരിക്കണം, ഒരു ഫ്രേസ് ആയിരിക്കുന്നത്. ഫ്രേസ് ആകുമ്പോൾ നമ്മൾക്ക് വി ഷാൽ ഇമാജിൻ സംതിങ്, ഇതിന്റെ കൂടെ ആഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് വി ഷാൽ നോട്ട് ഗെറ്റ് എ complete meaning. So it should be a complete sentence. It should give a clue to the contents of the message. ആ ഒരു മെസ്സേജിന്റെ ഒരു ക്ലൂ, ഒരു ഹിന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സബ്ജക്റ്റിന് പറ്റണം. The next one is the sender. സെൻഡറിനെ കുറിച്ചിട്ടാണ്. ആരിൽ നിന്നാണ് ഈ മെസ്സേജ് പോകുന്നത്? ആരിൽ നിന്നാ? ഇറ്റ് ഇസ് ദ സെൻഡേഴ്സ് ഇന്റർനെറ്റ് ഇമെയിൽ അഡ്രസ്. ഇമെയിൽ അഡ്രസ് ആണ്. ഇപ്പൊ എന്റെ ഇമെയിൽ അഡ്രസ് ആണെങ്കിൽ ഷാരൻ റോണി അറ്റ് ഡാഷ് 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 എന്നൊക്കെ ആയിരിക്കും എന്റെ ഇമെയിൽ അഡ്രസ്. ഇറ്റ് ഷാൽ ഹാവ് എ ഡൊമെയിൻ നെയിം ആസ് വെൽ ആസ് ആ ഒരു എൻജിന്റെ നെയിമും കൂടെ കാണും. And the next one is the date and time received. The date and time of the message was received. നമ്മൾക്ക് ഇങ്ങനെ നമ്മളായിട്ട് ഡേറ്റും ടൈം ഒക്കെ കൊടുക്കാതെ തന്നെ അതിന്റെ മുകളിൽ കാണും. On Tuesday, December 2026 ലാണ് ഞാൻ അയച്ചത് at 3 PM ആണ് ഞാൻ അയച്ചത് എന്ന് പറഞ്ഞിട്ട് ഇതിന് മുകളിൽ കാണിക്കില്ല. ഭയങ്കര ഒരു ഷോർട്ട് ആയിട്ട് അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴാണ് എനിക്ക് മെയിൽ കിട്ടിയെന്ന് നിങ്ങൾ നോക്കിക്കഴിയുമ്പോൾ യു വിൽ ഹാവ് ടു യു വിൽ ബി സീയിങ് ദിസ് ഡേറ്റ് ആൻഡ് ടൈം. ആൻഡ് ഫോർത്ത് വൺ ഇസ് ദ റെസിപ്പിയന്റ്. റെസിപ്പിയന്റ് ആണ് ദ ഫോർത്ത് വൺ. റെസിപ്പിയന്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ദ റിസീവർ ആണല്ലേ. ഫസ്റ്റ് നെയിം, ഫസ്റ്റ് ലാസ്റ്റ് നെയിം ഓഫ് ദ ഇമെയിൽ റെസിപ്പിയന്റ്. ഇമെയിൽ റെസിപ്പിയന്റിന്റെ ഒരു ഫസ്റ്റ് ലാസ്റ്റ് നെയിം, ഇമെയിൽ അഡ്രസ് കാണും അല്ലേ, ഇമെയിൽ അഡ്രസ് കാണും. Then the reply to. If your message is on response to another piece of email, preface the subject line with RE or RE, regarding. അതായത് നേരത്തെ അയച്ചിട്ടുള്ള ഒരു മെയിലിനെ റിഗാർഡ് ചെയ്തിട്ടാണ് ഈ ഒരു പുതിയ മെയിൽ അയക്കുന്നത്. ഒരു ഓൾഡർ മെയിലിന്റെ ബാലൻസ് ഒക്കെ ആയിട്ടാണ് പുതിയ മെയിൽ അയക്കുന്നതെങ്കിൽ ഒരു ഓൾഡർ മെയിലിനെ റിഗാർഡ് ചെയ്തിട്ടാണ് പുതിയൊരു മെയിൽ അയക്കുന്നത്. കാരണം ഇതിനായിട്ട് സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പുതിയൊരു മെയിലിൽ പറയുന്നത്. കാരണം നിങ്ങൾ ഇവിടെ ഒരു ജോബിന്റെ ഓഫർ വന്നിട്ടുണ്ട്, ഓഫർ ലെറ്റർ വന്നിട്ടുണ്ട്. ആ ഓഫർ ലെറ്ററിൽ നിങ്ങൾ സൈൻ ഇൻ ചെയ്യേണ്ട ഡേറ്റ് ആണ് ഇവിടെ പുതിയൊരു മെയിൽ കൊടുത്തിരിക്കുന്നതെങ്കിൽ ഈ ഒരു മെയിൽ റിഗാർഡിങ് എന്ന് പറഞ്ഞിട്ടായിരിക്കും പുതിയ ഈ ഡേറ്റും ടൈമൊക്കെ വന്നിട്ടുള്ള പുതിയ ഇമെയിൽ വരുന്നത്. അപ്പൊ എന്താണ് ഇവിടെ ഓൾഡ് മെയിലിൽ എന്തൊക്കെയായിരിക്കും വന്നിട്ടുണ്ടാവും? ഓഫർ ലെറ്റർ വന്നിട്ടുണ്ടാവും. ഒരു ജോബിന്റെ ഒരു ഓഫർ ലെറ്റർ വന്നിട്ടുണ്ടാകും. ഈ ഓഫർ ലെറ്റർ വന്നിട്ടും ഇനി ജോയിൻ ചെയ്യാനുള്ള ഡേറ്റ് വന്നതും രണ്ടും വേറെ വേറെ ഇമെയിൽസിലാണ്. അപ്പൊ ഈ ഇമെയിലിന് റിഗാർഡിങ് ദിസ് ഇമെയിൽ, ഈ ഇമെയിലിന് ബാലൻസ് ആയിട്ടാണ് അല്ലെങ്കിൽ റിഗാർഡ് ചെയ്തിട്ടാണ് ഞാൻ പുതിയ ഇമെയിൽ അയക്കുന്നതെന്ന് അവർ ഡിനോട്ട് ചെയ്യും. സോ ദാറ്റ് ഇസ് റിപ്ലൈ ടു. ആ ഒരു ഇമെയിലിന് റിപ്ലൈ ആയിട്ട് നമ്മൾ എന്തെങ്കിലും അയച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഓഫർ ലെറ്റർ കിട്ടി. ഓഫർ ലെറ്റർ കിട്ടിയതിന് ശേഷം വി ആർ ആസ്കിങ് ദം, നമ്മൾ അങ്ങോട്ട് ചോദിക്കുകയാണ് വെൻ ഷാൽ ഐ ജോയിൻ എന്ന് ചോദിക്കുന്നു. ഇതിനെ നമ്മൾ റിപ്ലൈ കൊടുക്കില്ല, വാട്സാപ്പിലൊക്കെ ഒന്ന് ചെയ്തിട്ട് ഒന്ന് റിപ്ലൈ കൊടുക്കുന്നത് പോലെ they'll be using reply to എന്ന് പറയുന്നത് നമ്മൾ സിംപ്ലി നമ്മൾ വാട്സാപ്പിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് സ്ക്രോൾ ചെയ്ത് അതിനെ റിപ്ലൈ ടു അടിച്ചതിന് ശേഷം വിൽ ബി ഡിനോട്ടിങ് ഇതിന് റിപ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ള they'll be replying to that. Then next one is recipient email address, the internet mail address of the recipient or where the message shall actually send. So here we have discussed about the recipient name നെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞത്. recipient name നെ കുറിച്ചിട്ടാണ്. Here we are talking about the email address of the recipient, the internet mail address of the recipient or where the message is actually sent. And the last one is the attachments.
എന്താണ് അറ്റാച്ച്മെന്റ്സ് എന്തെങ്കിലും ഇമെയിൽസിന്റെ കൂടെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഓഫർ നിങ്ങൾക്ക് ഈ ഒരു ജോലി വേണം. അപ്പൊ ഈ ജോലിയുടെ നിങ്ങൾക്ക് ജോലി കിട്ടി, ജോലിയുടെ കൂടെ എന്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും? ഒരു പേപ്പർ പിന്ന് ക്ലിപ്പിന്റെ ആ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു അറ്റാച്ച്മെന്റ് തന്നിട്ടുണ്ട്. അറ്റാച്ച്മെന്റിൽ എന്താണ് കിടക്കുന്നത്? അവിടെ ഒരു അറ്റാച്ച്മെന്റ് ഷീറ്റ് കിടക്കുന്നുണ്ടാവും. ഓഫർ ലെറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു അറ്റാച്ച്മെന്റ് കൊടുക്കുന്നുണ്ടാവും. ഇത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് പ്രിന്റ് ചെയ്തിട്ട് നമുക്ക് സൂക്ഷിച്ചു വെക്കാം. അല്ലെങ്കിൽ ഈ ഓഫർ ലെറ്റർ ആയിരിക്കും ഇറ്റ് ഷോസ് ആൻ എവിഡൻസ്. നമ്മൾക്ക് ഇമെയിൽസ് വഴി വരുന്ന ഒഫീഷ്യൽ ആയിട്ട് നമ്മൾക്ക് ഇങ്ങനെ കുറെ അറ്റാച്ച്മെന്റ്സും ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾക്ക് ഷെയർ ചെയ്യാം. സോ ദാറ്റ്സ് വാട്ട് യു ഹാവ് ഡൺ വിത്ത് ദ മെസ്സേജ് ഹെഡർ. എന്താണ് മെസ്സേജ് ഹെഡർ എന്നാണ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ പഠിച്ചത്. സോ വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് വാട്ട് ഇസ് എൻ ഇമെയിൽ and what is the difference between a paper written communication as well as an email. How to write an email എന്ന് നമ്മൾ പഠിച്ചു. And also we have covered the message header portion. Message header portion നമ്മൾ complete ചെയ്തു. Set അല്ലേ മക്കളെ? So with the colorful pop-up we are winding up. Yes, in the next session we'll be dealing with body of the email. Next session നമ്മൾ വായിക്കാൻ പോകുന്നതാണ് body